ട്രേഡിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി ഡി എച്ചും പി ഡി എല്ലിൻ്റെയും ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും ഒരു ഇൻട്രാഡേ ട്രേഡർ, ഒരു ഡേ ട്രേഡർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് ലെവൽസാണ് പി ഡി എച്ചും പി ഡി എല്ലും. പി ഡി എച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്രീവിയസ് ഡേ ഹൈയും പി ഡി എൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ലോയുമാണ്. അതായത് തലേ ദിവസത്തെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെക്സിൻ്റെ ഏറ്റവും ഹൈ പോയിന്റും ഏറ്റവും ലോ പോയിന്റുമാണ് പി ഡി എച്ചും പി ഡി എല്ലും എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്, അതായത് ഒരു ഡേ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മളൊരു ഇൻട്രാഡേക്കാണ് ഒരു സ്റ്റോക്ക് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡെക്സ് നിഫ്റ്റിയുടെയോ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെയോ ഒരു ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ ഡേയുടെ ഹൈയും ലോയും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. അപ്പം അവിടെ മാർക്കറ്റ് എത്തുമ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കുക. ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ലെവൽസും പി ഡി എച്ചും പി ഡി എല്ലും എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത് ബ്രേക്കൗട്ടിന് അല്ലെങ്കിൽ റിവേഴ്സിന് വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് അവിടെ ഈ പി ഡി എച്ചിലും പി ഡി എല്ലിലും ഒക്കെ എന്ന് പറയുന്നത് മാർക്കറ്റ് എത്തുന്ന സമയത്ത് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ടോ ഈ രണ്ട് ലെവൽസും ആക്ട് ചെയ്യും. നമ്മൾ നോർമൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റ് അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നായിരിക്കും ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ക്യാൻഡിൽ റീഡ് ചെയ്തിട്ടായിരിക്കും അവിടെ നിന്ന് എൻട്രി എടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു റിവേഴ്സ് പാറ്റേണോ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് അനുസരിച്ച് അവിടെ ഒരു സെല്ലിംഗ് പ്രഷറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് എൻട്രി എടുക്കും. അപ്പോൾ മെയിനായിട്ടും ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് ബ്രേക്കൗട്ടിന് അല്ലെങ്കിൽ റിവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ലെവൽസും ഉപയോഗിക്കുന്നത്, പി ഡി എച്ചും പി ഡി എല്ലും. ഈ രണ്ട് ഏരിയയിലും എന്ന് പറയുന്നത്, പി ഡി എച്ചിലും പി ഡി എല്ലിലും എന്ന് പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ ഈ ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റിൽ വലിയൊരു മൊമെൻറ്റം ഉണ്ടാകും. നമുക്ക് ഒരു ചാർട്ട് നോക്കാം. അതിൻ്റെ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ഡേ, ഇത് പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേയുടെ ലോയുമാണ് നമ്മൾ തലേന്നുള്ള ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ലെവൽസും, ഈ ഡേ ലോയും ഈ ഡേ ഹൈയും തൊട്ടടുത്ത ദിവസം എത്തുമ്പോഴത്തേക്ക് നമുക്കത് പി ഡി എച്ചും പി ഡി എല്ലുമായിട്ട് ആക്ട് ചെയ്യും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എത്തിയപ്പോഴൊക്കെ മാർക്കറ്റ് തൊട്ട് മുമ്പേ ഈ പ്രീവിയസ് ഡേ ലോ എത്തുന്നതിന് മുന്നേ അവിടെ ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ബയേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്, ബൈയിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വളരെ മെയിനായിട്ടുള്ള ഒരു പോയിന്റാണ് പ്രീവിയസ് ഡേ ലോ. അതാണ് ഇവിടെ എത്തുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എല്ലാം ഒരു സെല്ല്, ഈ രണ്ട് ക്യാൻഡിലും ബൈയിങ് പ്രഷർ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നു. ഈ ക്യാൻഡിൽസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, അവിടെ സെല്ലേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് താഴെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തൊട്ടടുത്ത ക്യാൻഡിൽസിലെല്ലാം തന്നെ അവിടെ നമുക്ക് ബൈയിങ് പ്രഷർ വന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോയി. സെല്ലേഴ്സ് വീണ്ടും മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നപ്പോഴും ഇവിടെ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വന്നു. അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ നേരെ പോയത് പി ഡി എച്ചിലോട്ടാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പി ഡി എച്ചിൽ വന്നപ്പോഴും അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. അപ്പോൾ പി ഡി എല്ലിൽ പ്രീവിയസ് ഡേ ലോയിൽ ബയേഴ്സും പി ഡി എച്ചിൽ സെല്ലേഴ്സും വളരെ സ്ട്രോങ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അവിടെ വലിയ മൊമെൻറ്റം വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പി ഡി എച്ചിൽ വന്നപ്പോഴത്തേക്കും അവിടെ പി ഡി എല്ലിൽ വന്നപ്പോഴത്തേക്കും അവിടെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയ ക്യാൻഡിലുകളാണ് ആദ്യം രൂപപ്പെട്ടത്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഈക്വൽ ആയിക്കൊണ്ടിരുന്നു. അവിടെ വലിയൊരു മൊമെൻറ്റത്തിൽ ബ്രേക്കിംഗ് വന്നിരുന്നുവെങ്കിൽ, വലിയൊരു ക്യാൻഡിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ താഴോട്ട് പോകുമായിരുന്നു. മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ വലിയ ക്യാൻഡിലിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. പിന്നെ അവിടെ വന്നിട്ടുള്ളതെല്ലാം ചെറിയ ക്യാൻഡിൽസ് ആണ്. അവിടെ മൊമെൻറ്റം കുറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് വന്നു. അപ്പം വലിയ മൊമെൻറ്റം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു ബൈയിങ്ങോ, ഇപ്പം പി ഡി എച്ചിൽ എത്തുമ്പോൾ
വലിയൊരു ബൈയിങ് ക്യാൻഡിലിൽ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ അവിടെ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് പിന്നെ ഒരു ട്രെൻഡിങ്ങിലോട്ട് പോകും. താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് ആ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകും. ഇതാണ് പി ഡി എച്ചും പി ഡി എല്ലും ഈ രണ്ട് ലെവൽസും ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് വളരെ പ്രധാനപ്പെട്ടതാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പിവറ്റ് പോയിന്റുകൾ, ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ പിവറ്റ്സ് പോയിന്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പിവറ്റ് പോയിന്റുകൾ എപ്പോഴും ഡേ ട്രേഡിങ്ങിൽ നമ്മൾ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നതും അത് കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നത്. സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും പിവറ്റ് കൃത്യമായിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാം ഈ ലെവൽസ് ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഈ രണ്ട് ലെവൽസും, അതായത് പി ഡി എച്ച് പി ഡി എല്ലും ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തെ കുറച്ച് ചാർട്ടുകൾ ഇതിന് വേണ്ടിയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടുകൾ ഇതിൻ്റെ ബാക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും എങ്ങനെയാണ് ആക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് പഴയ ചാർട്ടുകളെടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം അതിലൊരു വിന്നിങ് പെർസെൻറ്റേജ് വരുന്നത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കണോ വേണ്ടതെന്ന് ആലോചിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ കൃത്യമായിട്ട് കഴിഞ്ഞ കുറേ ചാർട്ടുകൾ നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കിട്ടുന്ന ചാർട്ടുകൾ കളക്ട് ചെയ്തിട്ട് പ്രീവിയസ് ഡേ ലോയിലും പ്രീവിയസ് ഡേ ഹൈയിലും മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇനി മുതൽ ഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ രണ്ട് ലെവലിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും, ഇത് ബ്രേക്ക് ഔട്ട് ആണോ അല്ല ഇതൊരു റിവേഴ്സ് ആണോ എന്ന്. കൃത്യമായിട്ട് ഇതിൽ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി കൂടെ ഇപ്പം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തുമ്പോൾ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്ററോ മറ്റേതെങ്കിലും ഒരു സ്ട്രാറ്റജിയോ കൂടെ ഇതിനോടൊപ്പം ചേർക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് കറക്റ്റ് ഒരു വ്യൂ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്പം ഒരു ഡബിൾ കൺഫർമേഷൻ ആയി ഇതൊരു ബ്രേക്ക് ഔട്ട് ആയോ. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതിൽ പ്രൈസ് ആക്ഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസ് മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നോക്കുക. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് അതൊരു ക്ലിയർ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. ക്ലിയർ അത് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഒരു റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് എൻട്രിയും എടുക്കാം. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഞാൻ 1 മിനിറ്റ് ക്യാൻഡിലാണ് ഇട്ടിട്ടുള്ളത്. 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് ക്യാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് ഇട്ടേക്കുന്നത്. 1 മിനിറ്റ് റീഡ് ചെയ്യുന്നതിനോടൊപ്പം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബ്രേക്ക് ഔട്ട് ആണോ അല്ല അവിടുന്ന് ഒരു റിവേഴ്സലാണോ വരുന്നതെന്ന് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലൂടെ ഇട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഞാനിതിലിപ്പം 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ ഞാൻ 3 ലൈൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ഇത് പ്രീവിയസ് ഡേ ഹൈയും ഇത് പ്രീവിയസ് ഡേ ലോയുമാണ്. ഈ രണ്ട് ലൈൻസുമാണ് പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും വരുന്നത്. പിന്നെ ഈ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ക്ലോസ് ആണ്. എപ്പോഴും തലേന്നുള്ള ക്ലോസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അതും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ടോ സപ്പോർട്ടായിട്ടോ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലൈനാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ രണ്ട് ബ്ലാക്ക് ലൈനാണ്. ഈ രണ്ട് ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ലോയും പ്രീവിയസ് ഡേ ഹൈയുമാണ്. അപ്പോൾ ഞാനിതിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം 1:1.5 റേഷ്യോയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞത് ഒരു 1:1 റേഷ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷ്യോ കൂട്ടി വയ്ക്കാം. വലിയ സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നതെങ്കിൽ റേഷ്യോ കുറച്ച് വെച്ചിട്ട് ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങാൻ നോക്കുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് പ്രീവിയസ് ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ലോയിലാണ് സ്റ്റോപ്പ് ലോസും നമ്മളതിൽ സെറ്റ് ചെയ്യുന്നത്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഇന്നലത്തെ ഇത് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റാണ്. നമുക്ക് പ്രീവിയസ് ഡേ ലോയുടെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ മുകളിലോട്ട് വന്നു. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്കൊരു വലിയൊരു ക്യാൻഡില്, വലിയൊരു മൊമെൻറ്റം 1 മിനിറ്റ് ടൈം ഫ്രെയിമാണിത്. വലിയൊരു ക്യാൻഡിലാണ് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് പിന്നെ താഴോട്ട് വന്നിട്ടാണ് പിന്നെ വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം അല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. പക്ഷേ നമ്മൾ അവിടെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുന്ന ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, ആ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്യാൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് റീടെസ്റ്റിന് വരുന്നത് വരെയും സേഫ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് റീടെസ്റ്റിന് വരുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കയറി എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ മാർക്കറ്റ് റിവേഴ്സ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളൊന്ന് പാനിക് ആവും, ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് റിവേഴ്സ് വരുന്ന സമയത്ത്, അവിടെ റീടെസ്റ്റിന് വന്നിട്ട് പിന്നെ തിരിച്ച് കയറുന്ന സമയത്ത് എൻട്രി എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻട്രി സെറ്റ് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് വരുന്ന സമയത്ത് അവിടെ നിന്ന് എൻട്രി എടുക്കത്തക്ക രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ റീടെസ്റ്റിന് മാർക്കറ്റ് തിരിച്ച് വന്നു, ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് പ്രീവിയസ് ലോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മുടെ പ്രീവിയസ് ലോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. മാർക്കറ്റ് ഇറങ്ങി വന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടാണ് പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറി പോയിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു ട്രെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് അവിടെ നിന്ന് ഹിറ്റായി. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. എപ്പോഴും നമ്മുടെ പിവറ്റ് പോയിന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പിവറ്റ് പോയിന്റുകൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ട് തിരിച്ച് വീണ്ടും താഴോട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടായിരിക്കും തിരിച്ച് കയറി പോകുന്നത്. അതേ 2 സൈഡിലുള്ള സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിലൊരു 10 ട്രേഡിൽ 7 ട്രേഡെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വലിയ സ്റ്റോപ്പ് ലോസോട്ട് പോവുക. സൈഡ് വൈസ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് തന്നെ വയ്ക്കണം, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണ്ട് തന്നെ തിരിച്ച് കയറി പോകും. അത് നോക്കുക. ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ മാത്രമേ വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കാവൂ. സൈഡ് വൈസ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെൻറ്റ്, സൈഡ് വൈസ് മാർക്കറ്റിൽ വലിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് പിന്നെ തിരിച്ച് കയറി പോയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റ് കിട്ടി. നമുക്കിനി അടുത്ത ചാർട്ടിലോട്ട് പോകാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ റിവേഴ്സ് ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്തെത്തുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു റിവേഴ്സ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇപ്പം 5 മിനിറ്റ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട്. ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് നമുക്ക് അവിടെ നിന്നൊരു റിവേഴ്സ് പാറ്റേൺ വന്നു. റിവേഴ്സ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വന്നിട്ടാണ് വലിയൊരു റെഡ് ക്യാൻഡിൽ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടാണ് മാർക്കറ്റ് താഴെ പോയി ഇവിടെ നമുക്കൊരു ഇത് വന്നിട്ടുള്ളത്, ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്. പിന്നെയാണ് അവിടെ നിന്ന് തിരിച്ച് കയറിപ്പോയത്. അപ്പോൾ ഈ 1 മിനിറ്റ് റീടെസ്റ്റിന് വേണ്ടിയിട്ട് നോക്കുക, 5 മിനിറ്റ്സ് കൺഫർമേഷന് വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് അതിന് മുന്നേ വന്നിട്ടുള്ള ചാർട്ട് നോക്കാം. ഇവിടെ നമുക്ക് 2 ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ്. മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വന്നു. മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടി.
മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് അടുത്ത റീടെസ്റ്റിന് വന്നു. ഇവിടെ റീടെസ്റ്റിന് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ എൻട്രി വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് രാവിലെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗത്താണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴത്തേക്കും രാവിലെ ആദ്യത്തെ ഒരു അരമണിക്കൂറും വൈകിട്ടുള്ള ഒരു അരമണിക്കൂറും ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം രാവിലെ നമുക്കറിയാം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ 3 മണി കഴിഞ്ഞിട്ടും ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക. 9:45-നും 3 മണിക്കും ഇടയ്ക്ക് ഇത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിത് ഇവിടെ നമുക്ക് ബ്രേക്ക് റീടെസ്റ്റിന് വന്നു. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് നമുക്ക് പ്രീവിയസ് ഡേ ക്ലോസിങ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ഡേ ക്ലോസിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടോ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് ഡേ ലോയിൽ പ്രീവിയസ് ഡേയുടെ ക്ലോസിൽ ഞാൻ ടാർഗറ്റ് വെച്ചത്. നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ താഴോട്ട് വന്നു. നമുക്ക് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് പോയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ടാർഗറ്റിന് ഇടയ്ക്ക് എവിടെയെങ്കിലും പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അവിടെ വയ്ക്കുക. അല്ല, നമ്മുടെ ഓപ്പോസിറ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ ഇടയ്ക്കാണ് പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് വരുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചാർട്ടിലോട്ട് പോകാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാർക്കറ്റ് പ്രീവിയസ് ഡേ ലോയുടെയും ഹൈയുടെയും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഫ്ലാറ്റ് ക്ലോസിങ് ഓപ്പണിംഗ് വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നു. തിരിച്ച് ഇവിടെ കയറി നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്. മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹൈയിലാണ്. മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് തിരിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളത്. പിന്നെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 9:45, 9:30, 9:45 ഇടയ്ക്കാണ്. അതുകൊണ്ടാണ് ഈ ബ്രേക്കൗട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. അത് കഴിഞ്ഞിട്ട് 2 മണിയായ സമയത്ത് താഴോട്ട് നമുക്കൊരു ബ്രേക്കൗട്ട് വന്നു. ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റ് വന്നു അല്ലേ. മാർക്കറ്റ് ഇവിടെ നല്ലൊരു റെഡ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് തന്നിട്ട് റീടെസ്റ്റ് വന്നു. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് പ്രീവിയസ് ഹൈയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രീവിയസ് ക്ലോസിംഗ് ഉണ്ടായിരുന്നു. പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ടാർഗറ്റ് അവിടെയാണ് വെച്ചിട്ടുള്ളത്. മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് പോയി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ആദ്യത്തെ ചാർട്ടിലും നമ്മൾ കണ്ടു പ്രീവിയസ് ഡേ ക്ലോസിംഗ് നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് കിട്ടി, മാർക്കറ്റ് റിവേഴ്സ് പോയി. ഇവിടെയും സെയിം അത് തന്നെയാണ് റിവേഴ്സ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് പ്രീവിയസ് ഡേ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ അത് ടാർഗറ്റായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന് തൊട്ട് മുന്നിലത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടിയിട്ട് തിരിച്ച് റീടെസ്റ്റിന് വന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് ടാർഗറ്റ് എനിക്ക് തോന്നുന്നു 1:3.5 റേഷ്യോയിൽ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുവരയ്ക്കും ഈ ഒരു പ്രീവിയസ് ഡേ ക്ലോസിങ് സ്റ്റോപ്പ് ലോസ് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകാറുണ്ട്. പക്ഷെ നമ്മൾ വച്ചിട്ടുള്ളത് പ്രീവിയസ് ലോ വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തൊട്ട് മുകളിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് പോയിട്ട് വലിയൊരു ടാർഗറ്റ് 3.5. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റ് വയ്ക്കാം, വലിയ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റും വയ്ക്കാൻ ശ്രമിക്കുക. അതിന് മുന്നിലത്തെ ദിവസത്തെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ബ്രേക്കൗട്ട് വന്നു. ഒന്ന് ഇവിടെ ചെറിയൊരു ബ്രേക്കൗട്ട് വന്നു. അപ്പോഴത്തേക്കും ബ്രേക്കൗട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 1 മിനിറ്റ് ബ്രേക്കൗട്ടാണ് നോക്കേണ്ടത്. തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് റിവേഴ്സ് പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ നിന്ന് എൻട്രി എടുത്തു. പക്ഷെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഞാൻ വച്ചിരുന്നത് ഈ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അതിന് തൊട്ട് താഴത്ത് സ്ട്രോങ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ
ഇത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണ്ട് മുകളിലോട്ട് കയറി പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രേക്കൗട്ട് കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടി, മാർക്കറ്റ് പോയിട്ട് റീടെസ്റ്റിന് വന്നു. ഇവിടെ നിന്ന് ഞാൻ എൻട്രി എടുത്തു, മാർക്കറ്റ് തിരിച്ച് കയറി പോയി. ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് തന്നെ വലിയ ടാർഗറ്റിലോട്ട് പോയി. 1:3 ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോയി. ഈ ക്യാൻഡിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ 5 മിനിറ്റ്സിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു റിവേഴ്സ് പാറ്റേൺ കാണാൻ പറ്റും. അപ്പം റിവേഴ്സ് പാറ്റേൺ വരുന്ന ചാർട്ടുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവത്തില്ല. അവിടെ നമ്മൾ എൻട്രി എടുക്കാണ്ടിരിക്കാൻ നോക്കുക. അതിന് മുന്നിലത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല, ഇവിടെയും ബ്രേക്കൗട്ട് വന്നിട്ടില്ല, ഇവിടെയും ബ്രേക്കൗട്ട് വന്നിട്ടില്ല. ഇവിടെ സിംഗിൾ ക്യാൻഡിൽ പോയിട്ട് അടുത്ത ക്യാൻഡിൽ തിരിച്ചു വന്നു. ഇവിടെയും നമുക്കൊരു സപ്പോർട്ട് എടുത്തു, ഇവിടെയും നമുക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കൗട്ട് കിട്ടി, ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടി. തിരിച്ച് റീടെസ്റ്റിന് വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, ഇതിലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഒരു ലോയിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. പക്ഷെ അതുവരെ മാർക്കറ്റ് പോയിട്ടില്ല. ഇത് 1:3.5 റേഷ്യോയിൽ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ബാങ്ക് നിഫ്റ്റി ആണ്. നമുക്ക് നിഫ്റ്റിയോടെ ഒന്ന് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ലാസ്റ്റ് ഡേ വെള്ളിയാഴ്ചത്തെ ചാർട്ടാണ്. ഇവിടെ നോക്കുക, മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. തിരിച്ച് റീടെസ്റ്റിന് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി കിട്ടി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നിൽ ബ്രേക്കൗട്ട് കിട്ടുന്ന ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്യാൻഡിലിൻ്റെ ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്യാൻഡിലിൽ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് വരുമ്പോഴത്തേക്കും എടുക്കുക. ഇത് രണ്ടും റിസ്ക് ആണ്. ആദ്യം എടുക്കുന്നത് റിസ്ക് കൂടുതലാണ്, രണ്ടാമത് എടുക്കുന്നത് റിസ്ക് കുറവാണ്. അപ്പോൾ നമുക്കിവിടെ റീടെസ്റ്റിന് വരുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് അവിടെ നിന്ന് എൻട്രി കിട്ടി. നമ്മുടെ ടാർഗറ്റിലോട്ട് പോയി. വലിയ ടാർഗറ്റ് ആയിരുന്നു. തൊട്ട് മുന്നിലത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലത്തെ ദിവസം നമുക്ക് 2 എൻട്രി ഉണ്ട്. ഒന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടി, തിരിച്ച് താഴെ വന്നു. ഇവിടെ നിന്ന് റീടെസ്റ്റ് പോയി. റീടെസ്റ്റിൽ നമ്മൾ എൻട്രി എടുത്തു. ചെറിയൊരു ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതാണ് ടാർഗറ്റ്. പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് മാർക്കറ്റ് താഴെ വന്നിട്ട് തിരിച്ചു പോയി. പക്ഷേ അതിൻ്റെ റിസ്ക് റിവാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:1 ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് തിരിച്ച് റിവേഴ്സ് പോയിട്ടുണ്ടാകും. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഏകദേശം അന്നത്തെ ഹൈ ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റും വലിയ ടാർഗറ്റാണ്. അതുകൊണ്ടാണ് 1:1 നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ 1:1 ടാർഗറ്റ് വയ്ക്കുക. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ 1:2 1:3 ടാർഗറ്റ് വയ്ക്കാം. അന്നേ ദിവസം നമുക്ക് വീണ്ടും ഇവിടെ നോക്കുക, തിരിച്ച് താഴോട്ട് ഇവിടെ നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടി. ഇവിടെ തിരിച്ചൊരു ബ്രേക്കൗട്ട് കിട്ടി. തിരിച്ച് ഇവിടെ പോകുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും നമുക്കൊരു റീടെസ്റ്റ് കിട്ടി. റീടെസ്റ്റിൽ നമ്മളിവിടെ നിന്നൊരു എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. ടാർഗറ്റ് വലിയ ടാർഗറ്റ് നമുക്ക് ഇവിടെയൊക്കെ ടാർഗറ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടിയിട്ടുള്ളൊരു എൻട്രി നോക്കുക. ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇവിടെ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് തിരിച്ചു പോകുന്നു. നമ്മുടെ ടാർഗറ്റ് 1:3 റേഷ്യോയിൽ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുകയാണെങ്കിൽ കൂടി ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. കാരണം നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ ടാർഗറ്റാണ് വയ്ക്കുന്നത്. വലിയ സ്റ്റോപ്പ് ലോസ് വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് വലിയൊരു റിസ്കിലോട്ട് പോകുന്നത്. അപ്പം അത്തരം വലിയ സ്റ്റോപ്പ് ലോസുകൾ വരുന്നിടത്ത് റിസ്ക് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ. മറ്റ് സ്ട്രാറ്റജികളിലൂടെ നമ്മൾ ഇതിനോടൊപ്പം ക്ലബ്ബ് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ വരുന്ന എൻട്രികൾ മാത്രം നോക്കുക. കൃത്യമായിട്ട് നിങ്ങളിത് ബ്രേക്ക്ഔട്ട് കൂടെ ചെയ്ത് വേണം എൻട്രി എടുക്കാൻ, ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേണം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 9:45 മുന്നെയാണ്. ആദ്യത്തെ അരമണിക്കൂർ എൻട്രി എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയത് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി, മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടി. പിന്നെ താഴെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു. ഇത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് റോങ് ആയിട്ടാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഒരു ബാക്ക് ടെസ്റ്റിന് വരുന്നത്, റീടെസ്റ്റിന് വരുന്നത്. ഇവിടെ റീടെസ്റ്റിന് വന്നു. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് അന്നത്തെ ഒരു ഹൈ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. മാർക്കറ്റ് നമുക്ക് അവിടെ നിന്ന് വലിയൊരു ടാർഗറ്റിലോട്ട് പോയി. ഏകദേശം 1:2 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മാർക്കറ്റ് വീണ്ടും വൈകുന്നേരം വരയ്ക്കും വലിയൊരു ട്രെൻഡിങ്ങിലോട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചാർട്ടുകൾ ബാക്ക് ടെസ്റ്റിന് എടുത്തിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. നിങ്ങൾ കഴിഞ്ഞൊരു 2-3 മാസത്തെ ചാർട്ടുകൾ എടുത്ത് റീടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് റിവേഴ്സ് സ്ട്രാറ്റജി. ഇതിൽ കാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടോ സപ്പോർട്ടായിട്ടോ ആക്ട് ചെയ്യുന്ന കാൻഡിൽ സ്റ്റിക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഔട്ട് അല്ലാണ്ട് നമുക്ക് അവിടെ നിന്നൊരു റിവേഴ്സ് കാൻഡിൽ സ്റ്റിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ട്രേഡും എടുക്കാം. ഞാനിതിലിപ്പം പറഞ്ഞിട്ടുള്ളത് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നാലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ദയവായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ പേര് റെഫർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. പിന്നെയും കുറേ ലിസ്റ്റുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് എന്നിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സമയം കിട്ടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്ത് ഇടുന്നതാണ്. കാരണം നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റ് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഉള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യാത്തത്. ഒന്നാമത്തെ കാരണം അതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ചിലർ പറയാറുണ്ട് പാലാഴി പറയുന്നത് ഇച്ചിരി കൂടി മനസ്സിലാവുന്നു പറയുന്നത് കൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ എന്നിൽ നിന്ന് കേട്ടാലേ മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സമയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദയവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻ്റായിട്ട് എഴുതുക. താങ്ക് യു.